രാജ്ഭവനിലെ ഭാരതാംബ വിവാദം ഇന്നും തുടരുകയാണ്. രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വിവാദ ചിത്രം ഒരു കാരണവശാലും മാറ്റില്ല എന്ന നിലപാടിലാണ് ഗവർണർ. ആ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഈ വിഷയത്തിലെ എതിർപ്പ്, വിയോജിപ്പ് ഗവർണറെ അറിയിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു. സൂര്യഗായത്രി വിവരങ്ങൾ നൽകുന്നു. സൂര്യഗായത്രി. സർക്കാർ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും രാജ്ഭവൻ സെൻട്രൽ ഹാളിലെ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. വലിയ വിമർശനം ഈ വിവാദത്തെ തുടർന്ന് ഉയരുന്നുണ്ട്. സിപിഐയും പ്രതിപക്ഷവും ഉൾപ്പെടെയാണ് വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ രാജ്ഭവനിലേക്കും ഗവർണർക്കുമെതിരെയുള്ള കടുത്ത പ്രതിഷേധവും മാർച്ചും ഒക്കെ സംഘടിപ്പിച്ചു വരികയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുകയാണ്. സർക്കാർ കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് എത്തുമ്പോഴും ഈ ചിത്രം മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും രാജ്ഭവൻ കൈക്കൊള്ളുന്നില്ല. എല്ലാ പരിപാടിയിലും, അതായത് രാജ്ഭവനിൽ നിന്ന് വച്ച് നടക്കുന്ന എല്ലാ പരിപാടിയിലും ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഗവർണർ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഔദ്യോഗിക പരിപാടികൾ പലതും എത്തരത്തിൽ രാജ്ഭവനിൽ വെച്ച് സംഘടിപ്പിക്കും. അതിനോട് ഇനിയും മന്ത്രിമാർ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതിനെ എത്തരത്തിൽ സർക്കാർ സമീപിക്കുമെന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ വെച്ച് ഇനി നടത്തണോ എന്നതിൽ കൂടുതൽ ആലോചനയിലേക്ക് സർക്കാർ ഇപ്പോൾ പോകേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സർക്കാർ നിലപാട് രാജ്ഭവനെ അറിയിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു വിയോജിപ്പ്, അത് ഗവർണറെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രി അറിയിക്കാൻ എന്തുകൊണ്ടാണ് വിമുഖത കാട്ടുന്നത് എന്നുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും കടുത്ത വിയോജിപ്പ് ഗവർണറോട് നേരിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. പി പ്രസാദ് മിനിസ്റ്റർ പരിസ്ഥിതി ദിനത്തിൽ വലിയ പ്രതിഷേധം ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. വിദ്യാർത്ഥി സംഘടനകൾ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്കുണ്ട്. അങ്ങനെ വിഷയത്തെ ചൊല്ലി കടുത്ത പ്രതിഷേധം നിലനിൽക്കുമ്പോൾ സർക്കാർ തുറന്ന് ഗവർണറോട് വിയോജിപ്പ് പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഇനി എങ്ങനെ പങ്കെടുക്കുമെന്ന ആശയക്കുഴപ്പം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ഉൾപ്പെടെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ് ഗവർണർ സ്വീകരിക്കുന്നത് എങ്കിൽ അതിൽ വലിയ വിയോജിപ്പ് സർക്കാരിനുണ്ട്. അത് എത്തരത്തിൽ പ്രകടമാക്കും, എങ്ങനെയാണത് ഗവർണറെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടായ വിവാദത്തെ തുടർന്ന് കാർഷിക വകുപ്പ് തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഒരു പ്രോട്ടോകോൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടക്കാൻ പോകുന്ന ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് മന്ത്രിസഭയുടെ തീരുമാനത്തിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അന്തിമ തീരുമാനം ഗവർണറെ അറിയിക്കാൻ കഴിയുകയുള്ളൂ. അത് പൊതുഭരണ വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മന്ത്രിസഭയിൽ അക്കാര്യം ചർച്ചയിൽ കൊണ്ടുവരണം. ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളണം. അത് ഗവർണറെ അറിയിക്കണം. അതിനോട് എന്ത് സമീപനമാണ് ഗവർണർ എടുക്കുന്നത് എന്നത് സംബന്ധിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവുക. ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ മന്ത്രിയുടെ ഭാഗത്താണ് വീഴ്ച എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് രാജ്ഭവൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്ത് കീഴ്വഴക്കമാണ് എന്ന് മന്ത്രിയോട് ചോദിച്ചുകൊണ്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള പത്രക്കുറിപ്പൊക്കെയാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഔദ്യോഗിക പരിപാടിയിൽ ഈ കാവിക്കൊടി ഏന്തിയ ചിത്രത്തിന്റെ പ്രസക്തി എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഇതുവരെയും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഗവർണർ തന്നെയും ഒരു പ്രതികരണം തേടുമ്പോൾ അതിന് പ്രതികരണം ഇതുവരെയും നൽകിയിട്ടില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നത്, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ വിമർശനങ്ങൾ പൊതുമധ്യത്തിൽ തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തനിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും തുറന്നു പറയുകയും വിമർശനം ഉയർത്തുകയും പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്ത ഗവർണറായിരുന്നു. പക്ഷേ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അത്തരത്തിൽ മാധ്യമങ്ങളോട് വലിയ പ്രതികരണം നടത്തുന്ന വ്യക്തിയല്ല. ഈ വിഷയങ്ങൾ ഇങ്ങനെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും പരിപാടിയിൽ വെച്ച് പ്രതികരണം തേടുമ്പോൾ അത് തരാതെ പോകുന്ന ആളാണ് എന്നുള്ളതാണ്. അതായത് പ്രതികരണമോ സംസാരമോ ഇല്ല,
തന്റെ പ്രവൃത്തിയിലൂടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പുതിയ ഗവർണർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരത്തിലുള്ള സർക്കാർ വിരുദ്ധ സമീപനങ്ങൾ രാജ്ഭവനിൽ നടത്താൻ ഗവർണർ തീരുമാനിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം തന്നെയാണ്. ഔദ്യോഗിക പരിപാടികൾ എന്തായാലും രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും എന്നുള്ള ഉറച്ച നിലപാട് ഗവർണർ പറയുമ്പോൾ അതിനെതിരെ എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ശരി.